എളുപ്പത്തിൽ നമുക്കൊരു ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കഷ്ണങ്ങൾ വയ്ക്കുക. ഫോർക്ക് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് കുത്തിക്കൊടുക്കാം ഓരോ ചിക്കന്മേലും. അപ്പോൾ മസാല നല്ലപോലെ എളുപ്പത്തിൽ അതിലേക്ക് ചേരും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്യുക. ഒരൽപ്പം സവാളയുടെ വലിയ ഉള്ളിയുടെ അരിഞ്ഞത് ഇടാം. അത് കഴിഞ്ഞിട്ട് അല്പം പുതിനയില ചേർക്കാം. അതിലേക്ക് അത് കഴിഞ്ഞിട്ട് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഞാൻ ഉപയോഗിച്ച 1 കഷ്ണം ഇഞ്ചിയും 6 കഷ്ണം വെളുത്തുള്ളിയുമാണ്. അതിലേക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. സ്പൂൺ സോയ് സോസ്, ഡാർക്ക് സോയ് സോസ് ആണ് ഞാൻ ഉപയോഗിച്ചത്. അതിലേക്ക് കുറച്ച് എണ്ണയുടെ ചേർക്കാം. വെജിറ്റബിൾ ഓയിലാണ്. 4 കഷ്ണം കറുവപ്പട്ട, 1 ഏലക്ക, 3 കഷ്ണം ഗ്രാമ്പു, 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1 സ്പൂൺ കുരുമുളക് പൊടി പൊടിച്ചത്, 3 മാഗി സ്റ്റോക്കാണ് ചേർക്കുന്നത്, ചിക്കൻ സ്റ്റോക്ക്. അതിലേക്ക് 1 നാരങ്ങ, ഉണക്ക നാരങ്ങയാണ്. പിന്നെ 1.5 സ്പൂൺ 1 ടീസ്പൂൺ നാരങ്ങ നീരൂടെ ചേർക്കുകയാണ്. ഞാൻ 3 ഗ്ലാസ് മന്തിക്ക് വേണ്ടി ഞാൻ 1 കിലോ ചിക്കനും 3 ഗ്ലാസ് അരിയുമാണ് ഈ മന്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ചിക്കൻ നല്ലതായിട്ട് മസാലയെല്ലാം കൂടെ ചേർത്തിളക്കി 15 മിനിറ്റ് നമുക്ക് വെക്കാം. മസാലയിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വീണ്ടും 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അടച്ചു വയ്ക്കാം. നമുക്ക് 15 മിനിറ്റ് ശേഷം നമുക്ക് ചിക്കൻ ചെറുതായിട്ടൊന്ന് തീയിൽ വേവാനായിട്ട് വെക്കാം. ചൂടായ വെള്ളത്തിലേക്ക് അല്പം കറുവപ്പട്ട, 1 നാരങ്ങ നീര് പിഴിഞ്ഞത്, നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളയ്ക്കാനായിട്ട് വെക്കാം. തിളച്ച വെള്ളത്തിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്തിളക്കാം. ഇനിയും അരി പകുതി വേകുന്നത് വരെ അടച്ചു വയ്ക്കുക. വെന്ത ചിക്കനിലേക്ക് ചോറ് ചേർക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ നിർത്തുക. നിർത്തിയിട്ട് വീണ്ടും 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. അല്പം കുരുമുളക് കൂടെ ചേർക്കാം. ആവശ്യത്തിന് എരി അനുസരിച്ച് കീറിയ പച്ചമുളക് കുത്തി വയ്ക്കുക. ഞാൻ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ചെറിയ തീയിലാക്കി 15 മിനിറ്റ് നമുക്ക് വേവാനായി അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാം.